വെഞ്ഞാറമ്മോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ? അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള്, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഫഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? ഫഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക, നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കുക. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താണ്? അന്ന് ഈ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. ഉമ്മയ്ക്ക് അല്ലാതെ എനിക്കറിയില്ല, അവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പം പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറ് എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എന്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. നമുക്ക് നോക്കാം. സ്വന്തം അനിയനടക്കം വല്യമ്മ അടക്കം സ്നേഹിച്ച പെൺകുട്ടിയടക്കം കുടുംബത്തിലെ മറ്റ് 2 പേരടക്കം 5 പേരെ വളരെ മൃഗീയമായി കൊലപാതകം ചെയ്ത ആ അഫാന്റെ മാതാവ് പറയുകയാണ്, എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കണം സാറേ എന്ന് 2 കൈയും കൂപ്പി 24 ചാനലിലെ ശ്രീകണ്ഠൻ നായരോട് ചോദിക്കുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്നെ തെറി പറയാൻ വരുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നാളെയും നിങ്ങൾക്ക് ഈ അവസ്ഥ വരരുതെങ്കിൽ എന്നെ തെറി പറയാൻ നിൽക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ തിരുത്തുകയാണ് ചെയ്യേണ്ടത്. ഇത്രയേറെ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. MDMA അടിച്ചിട്ട് സ്വന്തം ചോരയെ കൊച്ചനുജനെ മൃഗീയമായി തല്ലിക്കൊന്ന, സ്നേഹിച്ചവരെ എല്ലാം തല്ലിക്കൊന്ന ആ കാട്ടുമൃഗത്തോട് അവന്റെ അമ്മ ക്ഷമിച്ചിരിക്കുന്നു. ഇവരുടെ ഭർത്താവ്, ഈ അഫാന്റെ പിതാവ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ അയാളെയും ഇവൻ കൊല്ലുമായിരുന്നു. ആ സമയവും ഈ സ്ത്രീ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവര് അന്നും പറയുമായിരുന്നു, എന്റെ മകനെ രക്ഷിക്കണം സാറേ എന്ന്. കൂടെ ഉണ്ടായിരുന്ന സകലരെയും ജനിപ്പിച്ച മകനെ അടക്കം കൊന്ന ഈ കാണ്ടാമൃഗത്തോട് ക്ഷമിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇതുപോലുള്ള മാതാപിതാക്കളും ഇതുപോലുള്ള അമ്മമാരുമാണ് ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തുന്നത്. സമൂഹത്തിൽ ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള മാതാപിതാക്കളും ഇതുപോലുള്ള അമ്മമാരുമാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെയെല്ലാം കണ്ണടച്ച് ക്ഷമിക്കുന്ന, എന്ത് പോക്കൃത്തരം കാണിച്ചാലും ഇതുപോലെ ക്ഷമിക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കളും അമ്മമാരും ഇനിയും നമ്മുടെ കേരളത്തിൽ നിരവധി അഫാന്മാരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെയും ക്ഷമിച്ച് കണ്ണടച്ച് വിടരുത്. ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യാനും ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കുക തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മകനെ തല്ലിക്കൊന്നിട്ട് നിങ്ങൾ വീണ്ടും അവനെ രക്ഷിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ അവൻ കൊന്നേനെ, ഉറപ്പല്ലേ? സ്വന്തം വല്യമ്മയെ അവൻ തല്ലിക്കൊന്നു, നിഷ്ഠൂരൻ തല്ലിക്കൊന്നു, വലിച്ച് നിലത്തടിച്ചവൻ. അനിയനെ അവൻ തല്ലിക്കൊന്നു, സ്നേഹിച്ച പെണ്ണിനെ അവൻ തല്ലിക്കൊന്നു, കുടുംബത്തുള്ള ബാക്കി 2 പേരെ അവൻ മൃഗീയമായി തല്ലിക്കൊന്നു. നിങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്, എന്നിട്ട് നിങ്ങൾ പറയുകയാണ് അവനെ രക്ഷിക്കണമെന്ന്. എന്തൊരു മനസ്സാണ്! ഇത്രയും ക്രൂരമായി സ്വന്തം മകനെ കൊന്ന, സ്വന്തം രക്തങ്ങളെ കൊന്ന
അവരോട് ക്ഷമിക്കാൻ നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം വിശാലതയുണ്ട്. ആ വിശാലതയാണ് നിങ്ങൾ ഈ കേരളത്തിൽ ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ വളർത്തിയത്. അവൻ MDMA അടിച്ചിട്ട് വന്നപ്പോഴും നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം നിങ്ങൾ അവരോട് ക്ഷമിച്ചിട്ടുണ്ട്, പൊറുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായത്. അവൻ അവന്റെ അപ്പനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം കാശ് കടം വാങ്ങിയിരുന്നു. ഈ കടമൊന്നും അവൻ അവന്റെ അപ്പനെ രക്ഷിക്കാൻ വേണ്ടി ചെലവാക്കിയില്ല. പിന്നെ അവൻ എവിടെയാണ് അത് ചെലവാക്കിയത്? അവൻ MDMA വാങ്ങിക്കാൻ ചെലവാക്കുമായിരുന്നു. അങ്ങനെ അവൻ MDMA അടിച്ചടിച്ച് അവന്റെ മനോനില തകർന്ന് അവൻ മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാത്ത സ്ഥിതിയിലേക്കായി. എന്നിട്ട് അവൻ സ്വന്തം അനുജനെ നിഷ്ക്രൂരം അവൻ കൊന്നു. കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ അവൻ കൊന്നു. എന്നിട്ടും ആ മാതാവ് പറയാൻ എന്റെ മോനെ രക്ഷിക്കണമെന്ന്. ഇതുപോലുള്ള മാതാപിതാക്കളും ഇതുപോലത്തെ അമ്മമാരും കേരളത്തിൽ ഇനി ഉണ്ടാവരുത്. ഇതുപോലെ സ്നേഹിച്ചാൽ നിങ്ങളുടെ മക്കൾ തകരും, കേരളം തകരും, കേരളം ഒരു ഭ്രാന്താലയമായി മാറും. അതുകൊണ്ട് ഇതുപോലെ അന്ധമായി മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളോട് കൈകൂപ്പി പറയുകയാണ്, നിങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കണ്ണടച്ച് ക്ഷമിച്ചു കൊണ്ടിരിക്കരുത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്യണം. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയണം അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന്. അഗാധമായി മക്കളെ സ്നേഹിക്കുന്നവരെ, അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു അഫാനെ സൃഷ്ടിക്കാൻ നമ്മുടെ കേരളത്തിൽ ഇടവരരുത്. ഇനി ഇതുപോലെ മരണപ്പെടാൻ ആളുകൾക്ക് ഒരു സാഹചര്യം ഒരുക്കരുത്. ഓരോ ജീവനും വലുതാണ്. MDMA അടിച്ച് ബോധമില്ലാണ്ട് തലക്ക് തോന്നുന്നത് പോലെ ചെയ്ത് ആളുകൾ കൊല്ലപ്പെടാൻ, ഇനി ഇവിടെ ആളുകൾ മരണപ്പെടാൻ ഉള്ള സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് നിർബന്ധമായും ഈ വീഡിയോ ഷെയർ ചെയ്യുക.